മത്തായി 10:39 തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. യേശുവിൻ്റെ ഈ മൊഴികളുടെ സാഹചര്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ശരിയായ അർത്ഥം മനസ്സിലാക്കാനാകൂ. തൻ്റെ ശിഷ്യരെ ശുശ്രൂഷകൾക്കായി പല ഭാഗത്തേക്കും പറഞ്ഞു വിടുമ്പോൾ ചില പ്രത്യേക സന്ദേശങ്ങൾ നൽകുന്നു. മറ്റേതൊരു ഗുരുവിനെയും പോലെ യേശുവിന് അവരോടെല്ലാം നല്ലതായി വരും എന്ന വാഗ്ദത്തം നൽകാമായിരുന്നു. എന്നാൽ അവിടുന്ന് ഈ വയലിലെ കഠിനമായ സാഹചര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയാണ് അയക്കുന്നത്. മനുഷ്യരുടെ രക്ഷയ്ക്കായി ലോകത്തിൽ വന്ന, രോഗികളെ സൗഖ്യമാക്കുകയും നന്മ ചെയ്യുകയും ചെയ്ത, ഭൂതബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുകയും സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും തിന്മകൾക്കുമെതിരെ സംസാരിക്കുകയും ചെയ്ത തന്നെ ഭൂതത്തലവനെന്ന് ആരോപിച്ച ലോകത്തിൽ നിന്ന് യാതൊരു സഹതാപവും സഹകരണവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവിടുന്ന് ഉപദേശിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഒരു ക്രിസ്തു ശിഷ്യൻ ഇത്തരം സാഹചര്യങ്ങളിൽ എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നു. ഈ ഉപദേശം പുരോഗമിക്കുമ്പോൾ ഒരു മനുഷ്യൻ സ്വാഭാവികമായും ഏറ്റവും സംരക്ഷിക്കുന്ന ജീവനെക്കുറിച്ച് പറയുന്നു. തൻ്റെ നാമം നിമിത്തം നിന്ദകൾ, ഉപദ്രവങ്ങൾ മാത്രമല്ല ജീവഹാനി വരെ സംഭവിക്കാം. അത്തരം സാഹചര്യത്തിലും ഭയപ്പെടാതെ ഏൽപ്പിച്ച ദൗത്യമായി നിലകൊള്ളുക എന്നാണ് അവിടുന്ന് കൽപ്പിക്കുന്നത്. ജീവൻ രക്ഷിക്കാനായി ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവൻ കണ്ടെത്തിയെന്ന് വരികിലും സത്യത്തിൽ അവർ തങ്ങളുടെ നിത്യജീവൻ നഷ്ടമാക്കുകയാണ്. എന്നാൽ ഇവിടെ ജീവൻ വെടിഞ്ഞെന്ന് വരികിലും ക്രിസ്തുവിന് വേണ്ടിയാകയാൽ അവർ നിത്യജീവൻ കണ്ടെത്തുന്നു. താൽക്കാലിക ജീവിതത്തിനായി ദൈവത്തെ മറക്കുന്ന, തള്ളിപ്പറയുന്ന ഓരോ വ്യക്തിയും എത്ര വലിയ അബദ്ധമാണ് കാണിക്കുന്നത്, എത്ര ഭയങ്കര ആപത്തിനെയാണ് ആലിംഗനം ചെയ്യുന്നത്. നശിച്ചു പോകുന്ന ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അത് സ്വജീവൻ തന്നെയായാലും മരണമില്ലാത്ത ദൈവത്തോട് ഒത്തുവസിക്കുക എന്ന സൗഭാഗ്യത്തെ സ്വന്തമാക്കുന്നവരാണ് ജീവനെ നഷ്ടമാക്കി ജീവൻ കണ്ടെത്തുന്നവർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.